ആപ്കെ അദാലത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ ഭരിക്കുന്ന സമയത്ത് അയൽ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രാജ്നാഥ് സർ, പാകിസ്ഥാനിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഷെഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ചിൽ തന്നെ അദ്ദേഹം കാശ്മീരിൽ അവിടെയുള്ള ആൾക്കാരെ കൊല്ലുകയാണ്. ആ താഴ്വരയിൽ മൊത്തം രക്തആർ ഓടുകയാണ്. തീർച്ചയായിട്ടും കാശ്മീർ ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു. കാശ്മീർ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും? അവരവരുടെ POK കുറിച്ച് ചിന്തിച്ചാൽ നന്നായിരുന്നു. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചിന്തിക്കാൻ പറയൂ. ഞാൻ 1.5 വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ആരെയും ആക്രമിച്ച് ഭൂമി കയ്യേറേണ്ട ആവശ്യമില്ല. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, പാക് ഓക്യുപ്പൈഡിലെ ജനങ്ങൾ തന്നെ ഞങ്ങളെ ഇന്ത്യയിൽ ചേർക്കണമെന്ന് പറയുകയാണ്. ഇന്ത്യയിലേക്ക് വരാൻ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ? ഇല്ലില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. അത് ഞാൻ പറയാനും പാടില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കില്ല. കാരണം ഇന്ത്യക്കെന്നൊരു ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്. നമ്മുടെ ഇന്ത്യ ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല. ഇത് നമ്മുടെ ചരിത്രമാണ്. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, ആക്ച്വലി POKയും നമ്മുടേതായിരുന്നു, നമ്മുടേത് തന്നെയാണ്. ഇന്നും POK നമ്മുടേതെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പാർലമെന്റിൽ അതിരഞ്ജൻ ചൗധരി നിങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ POK കൊണ്ടുവരത്തില്ല, അവിടുന്ന് ഒരു ആപ്പിളെങ്കിലും കൊണ്ടുവരാൻ പറയുകയാണ്. പറയട്ടെ, POK വീണ്ടും ഇന്ത്യയിൽ തന്നെ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ റിപ്പോർട്ടിൽ ഞാൻ കണ്ടു അവിടെ കാശ്മീരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹെവി ഡ്യൂട്ടി ഹെലികോപ്റ്ററൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ബോർഡറിൽ. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ സൈന്യത്തിന്റെ കഴിവിലും ബലത്തിലും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആവശ്യമുള്ളപ്പോഴെല്ലാം സൈന്യത്തിന്റെ ബലവും കഴിവും കാണിച്ചിട്ടുണ്ട്. ഏതവസ്ഥയിലും അവർ ഇന്ത്യയുടെ തലകുനിയാൻ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം അവർ കാക്കും. എനിക്കതിൽ വിശ്വാസമുണ്ട്. വളരെ അടുത്തിരുന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആർമി, നമ്മുടെ എയർഫോഴ്സ്, നമ്മുടെ നേവി, 3 സേനയുടെയും ഓഫീസേഴ്സിന്റെ, സോൾജിയേഴ്സിന്റെ ധൈര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസ്, അവരുടെ റോളും വലുതാണ്. ഇന്ത്യയിൽ അവർക്കും പ്രധാന റോളുണ്ട്. അവരുടെ ധീരതയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പാകിസ്ഥാന്റെ കാര്യത്തിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായി. ചൈനയെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലേ? എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഭയപ്പെടാൻ എന്തിരിക്കുന്നു? ചൈനയിൽ നിന്ന് ആപത്തുണ്ടാകുമെന്ന് കരുതി തലയ്ക്ക് കൈകൊടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. വരുമ്പോൾ നേരിടാം. ഇന്ത്യ ഇപ്പോൾ ബലഹീനമായ ഇന്ത്യയല്ല. ഇന്ത്യ ലോകത്തെ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കാരണമാണ് പാകിസ്ഥാനും ചൈനയും ഒന്നായത്. ഇപ്പോൾ അവരൊന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ചേരട്ടെ, അതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ബലഹീനരാണെന്ന് അവർ സമ്മതിക്കുന്ന പോലെയല്ലേ? എന്താ, ശരിയല്ലേ? അദ്ദേഹം ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈന നമ്മുടെ 2000 സ്ക്വയർ കിലോമീറ്റർ ആക്രമിച്ചിരിക്കുകയാണ്. പിന്നെ ചൈനീസ് പട്ടാളം നമ്മുടെ പട്ടാളക്കാരെ അടിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഉറങ്ങുകയാണെന്നാണ്. എനിക്ക് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിന് നേരെ ഇങ്ങനെയൊരു കുറ്റം ആരോപിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. അത് ശരിയല്ല. അദ്ദേഹം ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ 62-ല് അതിക്രമിച്ച് കയറി. അന്ന് എന്തൊക്കെയാണ് ചെയ്തത്? അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓർമ്മിപ്പിക്കുകയുമില്ല, ഞാൻ സംസാരിക്കുകയുമില്ല. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇത് സത്യമാണ്. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഇതുപോലെ പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ സൗഹൃദപരമായ ചർച്ചയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടായിരുന്നു. ശരി, താങ്കൾ പറയുന്നത് പോലെ അവരങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ചർച്ചകളൊക്കെ എന്തിനു വേണ്ടിയാണ്? 19 പ്രാവശ്യം ചർച്ച? ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഉണ്ട്. ഈ ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന് നിങ്ങളോട് പറയാം. സൈന്യത്തിന്റെ കാര്യങ്ങൾ ഇവിടെ ധാരാളമായി. ഡെപ്സോങ് ഉണ്ട്, ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, കോബ്രാക്കളുണ്ട്. സ്ഥലങ്ങളിൽ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് ഇത്തവണ ചൈനയുമായിട്ട് നടന്ന പ്രശ്നം, നമ്മുടെ അതിർത്തിയിലെ സൈന്യമാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും
നേവി ആണെങ്കിലും ശരി അവരുടെ ധീരതയും കഴിവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തോടുള്ള വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കും. ഗാൽവാനിൽ നമ്മുടെ പട്ടാളക്കാർ അവരുടെ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. രാജ്യം മുഴുവനും കണ്ടു, എല്ലാവർക്കും അവരെക്കുറിച്ച് മനസ്സിലായി. അതിനുശേഷമെങ്കിലും ചൈനയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഗൽവാനിൽ നിങ്ങൾ കണ്ടതല്ലേ? ചൈനയുമായിട്ടുള്ള വാർ നിങ്ങൾ കണ്ടതല്ലേ? ബുള്ളറ്റ്സ് യൂസ് ചെയ്യാതെ ഫിസിക്കലി ആയിരുന്നു ഫൈറ്റ് നടന്നത്. ചൈനയുടെ സോൾജേഴ്സുമായി നേർക്കുനേർ ഏറ്റുമുട്ടൽ. നമ്മുടെ 20 സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ചൈനയുടെ എത്ര സോൾജേഴ്സാണ് മരിച്ചത്? ഇത് ഞാൻ പറഞ്ഞതല്ല, ഫോറിൻ ഏജൻസീസാണ് പറഞ്ഞത്. 35 മുതൽ 40 വരെയാണ് മരണസംഖ്യ. ഇത് ഞങ്ങൾ പറയുന്നതല്ല. നമ്മുടെ 20 സോൾജേഴ്സ് കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് പറഞ്ഞത് ഫോറിൻ ഏജൻസീസാണ്. എന്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞത് ഓസ്ട്രേലിയൻ ഏജൻസിയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഏജൻസിയാണ് ഇത് കൺഫേം ചെയ്തത്. അവർ ചൈനയിൽ ചെന്ന് വെരിഫൈ ചെയ്തപ്പോൾ അറിഞ്ഞത് 35 to 40 സോൾജേഴ്സ്, ചൈനയുടെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് സർ, ഈ ചൈനീസ് ബോർഡറിൽ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ അത് ചൈനയുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. സത്യമാണ്. ബോർഡർ ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചൈന വളരെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാനാവില്ല. പണ്ട് മുതലേ അവർ അത് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റ് ആ സമയത്ത് കോൺഗ്രസിലെ ഡിഫൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇപ്പൊ നമ്മൾ ഇന്ത്യ ചൈന ബോർഡറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ ചൈന ഇന്ത്യയുടെ ബോർഡർ കടക്കും. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ, മോദിജി പ്രധാനമന്ത്രിയായ ഉടനെ അന്നു മുതൽ ഇന്ത്യ ചൈന ബോർഡറിൽ വളരെ വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് അത് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കും അത് പോയി നോക്കാവുന്നതാണ്. ഇപ്പോൾ ചൈനയെക്കുറിച്ചുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിയും പറയുന്നതാണ്, അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നരേന്ദ്രമോദി ചൈനയെ കണ്ട് പേടിക്കുകയാണെന്ന്. മോദിജിക്ക് ഭയമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാ തോന്നുന്നത്. അദ്ദേഹം ഒന്നിനും ഭയപ്പെടുന്നയാളല്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയല്ല. ഭയപ്പെടാൻ യാതൊരു കാരണവുമില്ലല്ലോ. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ശക്തിയിൽ, ഇന്ത്യൻ സൈന്യത്തോട് ഇവരെന്തിനാണ് വെറുതെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിന് വിശ്വാസമുണ്ടോ ഒരുപക്ഷെ ചൈന നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇതുപോലൊന്നും ചെയ്യാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ. ഇന്ത്യയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യയുടെ ചരിത്രം വെച്ച് ഇന്ത്യ ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ലോകത്ത് ഒരു രാജ്യത്തിന്റെയും 1 ഇഞ്ച് ഭൂമി പോലും ഇന്ത്യ കൈയേറിയിട്ടില്ല, അതിക്രമിച്ച് കയറിയിട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ ചോദിച്ചതുകൊണ്ട് ഒരു സത്യം ഞാൻ പറയാം. അയൽ രാജ്യങ്ങളുമായി നമ്മൾ വളരെയേറെ സൗഹൃദത്തിലാണ്. ഒരു കാരണവശാലും ഇന്ത്യക്കൊരു ചെറിയ നഷ്ടം പോലും ഉണ്ടാക്കില്ല. സൗഹൃദത്തിന് മുൻകൈയെടുക്കും. പക്ഷേ ഇന്ത്യയുടെ അഭിമാനത്തിൽ ആരെങ്കിലും തൊട്ടുകളിക്കാൻ വന്നാൽ അതിന് തക്ക മറുപടി കൊടുക്കാനുള്ള ശക്തി നമുക്കുണ്ട്. പക്ഷേ അയൽ രാജ്യങ്ങളുമായി സൗഹൃദമാണ് എന്നും നല്ലത്. എപ്പോഴും സമാധാനത്തിന് അതാണ് നല്ലത്. അടൽജിയും അങ്ങനെയാണ് പറയാറ്. അദ്ദേഹം പറയും, നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന്. ജീവിതത്തിൽ സുഹൃത്തുക്കൾ മാറും, പക്ഷെ അയൽക്കാർ ഒരിക്കലും മാറില്ല. അതുകൊണ്ട് അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കണം. അവസാനമായി ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സർ, നിങ്ങളുടെ അടുത്ത് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം വേൾഡിൽ 4ാമത്തെ റാങ്കിലാണ് ഉള്ളത്. അതിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ 4ാമത്തെ സ്ഥാനത്താണുള്ളത്. സ്റ്റിൽ ഇതിൽ ഇനിയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഇനിയുള്ള ഈ 5 കൊല്ലങ്ങളിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്ങനെയുണ്ടാവും? ഷുവർ BJP ഗവൺമെന്റേ വരൂ, 100% വരും. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയാണുള്ളത്. പക്ഷേ 5 കൊല്ലം അല്ലെങ്കിൽ വരുന്ന 10 കൊല്ലങ്ങളിൽ നമ്മൾ 3rd അല്ലെങ്കിൽ 2nd അല്ലെങ്കിൽ 1st പൊസിഷനിലേക്ക് പോകാൻ ഞങ്ങൾ എത്ര ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം? ഇന്ത്യ ഇതിനു മുമ്പ് ഒരു വലിയ ഇമ്പോർട്ടറായിരുന്നു. നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മൾ ലോകത്തിലെ ടോപ്പ് 25 എക്സ്പോർട്ടർ കൺട്രിയിൽ സ്ഥാനം നേടിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ. അതേപോലെ നമ്മളൊരു ടാർഗറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ 2028-29 അവസാനിക്കുമ്പോൾ ഇന്ന് 20,000 ക്രോഴ്സിലുള്ള നമ്മുടെ എക്സ്പോർട്ട് ഏകദേശം ഒരു 50,000 ക്രോഴ്സ് വരെ എത്തും. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് താങ്കളുടെ പാർട്ടിയാണ് പദവിയിലുള്ളത്. അതിന്റെ വളർച്ചയും മനസ്സിലാക്കുന്നു.
പക്ഷേ ഒരു സ്ട്രോങ് റൂളിംഗ് പാർട്ടി ഉള്ളപ്പോൾ ഒരു സ്ട്രോങ് ഓപ്പോസിറ്റ് പാർട്ടി ഉള്ളത് വളരെ മുഖ്യമാണെന്നുള്ളത് സാർ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാമോ? തീർച്ചയായും വേണം, അത് അത്യാവശ്യമാണ്. ഇതില് എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഇത് അവരാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഡെമോക്രസിക്ക് ഇത് കൂടിയേ തീരൂ. സ്ട്രോങ് ഓപ്പോസിറ്റ് പാർട്ടി ഉള്ളത് വളരെ പ്രധാനമാണെന്ന് താങ്കൾ agree ചെയ്യുന്നു. 100% എഗ്രി ചെയ്യുന്നു. പക്ഷേ അതായത് opposition നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതായത് അർത്ഥമുള്ള ജീവിതം ജീവിക്കുന്നതൊരു കലയാണ്. അങ്ങനെ ജീവിക്കാനുള്ള കല അവരുടെ അടുത്ത് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണിങ്ങനെ. സ്ഥിതിഗതികൾ വളരെ മോശമാണ്. മോദി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവും ഉറങ്ങാറില്ല, ഓപ്പോസിഷനെ ഉറങ്ങാൻ സമ്മതിക്കുന്നുമില്ല. ഞാൻ എന്റെ മിനിസ്റ്റേഴ്സിനെയും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല.